ഹലോ നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ മനു അലീനയെ കാണാനായിട്ട് വരികയാണ്. രേവതിക്കുട്ടിയാണ് വിളിച്ചു വരുത്തുന്നത്. രേവതിക്കുട്ടി ഭയങ്കര സൂത്രശാലിയാണ്. എങ്ങനെയെങ്കിലും മനുചേട്ടനെ കാണണം. കാരണം അലീനയെ കൂട്ടിക്കൊണ്ടുപോയ ആളാണ് എന്ന് മാത്രമല്ല, അലീന പറഞ്ഞതിലൂടെ ഒരുപാട് വിശേഷങ്ങൾ മനുവിനെ കുറിച്ചിട്ട് രേവതി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മനുചേട്ടനെ കാണണം എന്നുള്ള അവളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ മനുചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ആളെങ്ങനെയുള്ളതാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ രേവതി അലീനയും കൂടെ മാമച്ചാനോടും ഗ്രേസമ്മയും കൊണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു വിളിക്കുന്നത്. മനു അവിടെ എത്തിയിട്ടാണ് വിളിക്കുന്നത് എവിടെയാണെന്ന് അറിയാനായിട്ട്. ഇതേ മനുചേട്ടനാണ് വിളിക്കുന്നത്, നീ തന്നെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അലീന രേവതിക്കുട്ടിക്ക് ഫോൺ കൊടുക്കുകയാണ്. ഹലോ മനുചേട്ടാ, ഇത് ഞാനാണ്, രേവതിയാണ്. മനുചേട്ടൻ ഇപ്പോൾ എവിടെയാണ് എത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്താ ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എവിടെയെന്ന് കറക്റ്റ് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. അപ്പോൾ അങ്കിളെ നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്ന ഈ സ്ഥലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് മാമച്ചായനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാമച്ചായൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയും രേവതിയും കൂടെ ഇങ്ങനെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, മനു വരുന്നത് നോക്കിയിട്ട്. അങ്ങനെ മനു അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ അലീന കാണുക കേട്ടോ. അതേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം രേവതിക്കുട്ടിക്ക്. അതാണോ മനുചേട്ടൻ, എന്നാ ഗ്ലാമറാ ചേച്ചി, ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ട് എന്ന് പറയണേ. അതോടെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. മനുവിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. എന്താണെങ്കിലും അലീനയുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഇഷ്ടമുണ്ട്. എന്താണെങ്കിലും ഇഷ്ടമുണ്ട്, തനിക്ക് വേണ്ടി എപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിലുപരി ഒരു ചെറിയൊരു ഇഷ്ടം വേറൊരു രീതിയിൽ ഇങ്ങനെ മനസ്സിൽ മുട്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ചാടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അലീന പറയുന്നുണ്ട് അതേ എന്ന് പറയട്ടോ. രേവതിക്കുട്ടി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചേച്ചി എന്ത് ഗ്ലാമറാ, മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ചേച്ചി വിടാതെ പിടിച്ചോട്ടോ, മനുചേട്ടനെ വിടണ്ട കേട്ടോ, വിട്ട് കളയണ്ട, ചേച്ചിക്ക് എന്നൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും മനുചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ രേവതിക്കുട്ടി നീ ഒന്നും മിണ്ടാതിരിക്കും, നീ എന്തൊക്കെയാണ് പറയുന്നത്, മനുചേട്ടനെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവരൊക്കെ വലിയ ആൾക്കാരെ മോളെ അവരെക്കുറിച്ചൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ രേവതിക്കുട്ടിയോട് പറയുമ്പോൾ, എൻ്റെ പൊന്നു ചേച്ചി എന്നോട് കൂടുതലൊന്നും പറയണ്ട, ഞാൻ എന്തായാലും മനുചേട്ടനെ കണ്ട് നന്നായിട്ട് പരിചയപ്പെടാൻ പോവാണ്. എൻ്റെ പൊന്നു മോളെ ഒന്ന് കൊള്ളാക്കല്ലേട്ടാ, നീ ഒന്ന് നല്ല രീതിയിൽ നല്ല രീതിയിൽ പെരുമാറി സംസാരിക്കുകയൊക്കെ വേണോട്ടോ എന്ന് പറയുമ്പോൾ, എനിക്കറിയാം എന്ത് പറയണമെന്ന്, ചേച്ചി എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, ഞാനിത് സെറ്റപ്പാക്കി കൈ തന്നേക്കാന്നൊക്കെ പറയുമ്പോൾ, എടി ഒന്ന് അനങ്ങാണ്ട് നിൽക്കടി എന്നൊക്കെ പറയണേ. അങ്ങനെ മനു അങ്ങോട്ട് ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ അടുത്തേക്ക് വരിക കേട്ടോ. ഹായ് മനുചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയാണ് മുന്നിലോട്ട് ചെല്ലുന്നത്. ഈ പെണ്ണ് ഇടി ഒന്ന് അനങ്ങാണ്ട് നിൽക്കടി എന്നൊക്കെ ആ സമയത്തും അലീന പറയുന്നുണ്ട്. എൻ്റെ ചേച്ചി ഒന്ന് പോയി, ഞാൻ മനുചേട്ടനെ പരിചയപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി മനുവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണേ. മനുചേട്ടാ ഞാനാണ് രേവതിക്കുട്ടി, ഞാനാണ് വിളിച്ചത്. എനിക്ക് മനസ്സിലായി, അലീനയുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറയണേ. മിസ്റ്റർ മനുശങ്കർ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അലീന കണ്ണു വീഴ്ച നോക്കുക കേട്ടോ. ദേ ചേച്ചി നോക്കുന്നുണ്ടോ മനുവേട്ടാ, ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ്, എനിക്ക് മനുവേട്ടനെ പരിചയപ്പെടണം, അത് പറഞ്ഞിട്ട് ചേച്ചി സമ്മതിക്കുന്നില്ല, ഞാൻ എൻ്റെ നിർബന്ധത്തിന് വിളിച്ചതാണ് മനുചേട്ടനെ എന്നൊക്കെ പറയണം. അതേതായാലും നന്നായി, കാണാനായിട്ട് സാധിച്ചല്ലോ എന്നൊക്കെ പറയണേ. ദേ അങ്കിളും ആൻറ്റി അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് പറയട്ടോ. അപ്പോൾ മനു വന്നത് കണ്ടിട്ട് അവർ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, മിസ്റ്റർ മനുശങ്കർ മനുചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇവള് ഭയങ്കര തുള്ളലായിരുന്നു എന്ന് പറയണം മനുവിനോട്. ഞങ്ങളൊക്കെ കുറച്ച് വലിയൊരാളാന്ന് വിചാരിച്ചത്, മോൻ വളരെ ചെറുപ്പാണല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതിനെന്താ, ഒരു ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. ഒരു കുഴപ്പമില്ല എൻ്റെ രേവതിക്കുട്ടി എന്ന് പറയണം ഗ്രേസമ്മ. ഇവളെ കൊണ്ട് ഞങ്ങൾ തോറ്റു മനു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ മനുശങ്കർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഗ്രേസമ്മയും മാമച്ചാനും ചോദിക്കുമ്പോൾ, ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഇപ്പോൾ എറണാകുളത്തേക്ക് മാറി ഇൻഫോ പാർക്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, എഞ്ചിനീയറായിട്ടാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ് എന്നൊക്കെ പറയാണ് മനു. അപ്പോൾ ഏത് കമ്പനിയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ മാമച്ചാനും ചോദിച്ചറിയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ മനുചേട്ടൻ വന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം. ആൻറ്റി ഞങ്ങളിങ്ങനെ നടക്കാൻ പൊക്കോട്ടെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ചെല്ലി പൊക്കോ എന്ന് പറയണം ഗ്രേസമ്മയും മാമച്ചാനും കേട്ടോ. അങ്ങനെ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും അവിടെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഒരു ഹാറ്റൊക്കെ കണ്ടപ്പോൾ, മനുചേട്ടാ എനിക്ക് ആ ഹാറ്റ് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കണം. അതിനെന്താ എടി പെണ്ണ വേണ്ട എന്നൊക്കെ രേവതിക്കുട്ടിയോട് അലീന പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, അവൾക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കുക, അവളുടെ ആഗ്രഹമല്ലേ, ഇതിലേതാ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത്, എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിക്കുട്ടി അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് കേട്ടോ. മനു അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അവർ 3 പേരും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയും മാംച്ചാനും ഏകദേശം കുറച്ച് അപ്പുറത്ത് മാറിയിരിപ്പുണ്ട്. അവരിത് കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ പറയുന്നുണ്ട്, പെണ്ണിൻ്റെ ഒരു സന്തോഷം കണ്ടോ, അലീനയെ കണ്ടത് കൂടാഞ്ഞ് അവൾ കൊണ്ടുപോയി ആ ചേട്ടനെ കൂടി കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ ഗ്രേസമ്മ മാംച്ചാനോട് പറയുന്നുണ്ട് കേട്ടോ. പിള്ളേരല്ലേ, അവളാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയല്ലേ, അലീന ശരിക്കും ഒരു കുഞ്ഞനിയത്തിയെ പോലെ തന്നെയാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത് അവളെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അതൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇവൾ വീട്ടിൽ നിൽക്കുന്ന അവിടുത്തെ ആൾക്കാരാണ് എന്ന് പറയണം. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അവരാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അപ്പോൾ രേവതിക്കുട്ടി ശരിക്കും ഇപ്പോൾ അവിടുത്തെ ആളായി മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇപ്പം ഞാനാണ് അവിടുത്തെ ബോസ്, ഞാൻ പറയുന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് രേവതിക്കുട്ടി പറയണം. ഓ അത്രക്കൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനുവേട്ട, ഇവൾ അവിടെ ചെന്നിട്ട് ഭരണമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഇവൾ അവിടുത്തെ വീട്ടുകാരും അവരവിടുത്തെ ജോലിക്കാരും പോലെയാണ് ഇവൾ അവരോട് പെരുമാറുന്നത്. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൾ കേൾക്കുന്നില്ല. ഇവൾ ആ രീതിയിലാണ് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ അങ്കിളും ആൻറ്റിയും വളരെ പാവങ്ങളായതുകൊണ്ട് അവരിങ്ങനെ ക്ഷമിച്ച് സഹിച്ചു പോണു എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല മനുവേട്ട ചേച്ചി, വെറുതെ പറയുന്നതാണ്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് അവർക്ക് അറിയാം. അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ആ സ്നേഹം ഇവൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് മനുവേട്ട എന്ന് പറയണം. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇവൾക്ക് എല്ലാവരും ഉണ്ട് മനുവേട്ട, ഒരു അച്ഛൻ്റെ സ്ഥാനത്തും അമ്മൻ്റെ സ്ഥാനത്തൊക്കെ ഒരുപാട് പേരുണ്ട്. ഇതേ അവർ രണ്ടുപേരും അച്ഛനും അമ്മയായിട്ട് ആൻറ്റി അങ്കിളാണെന്ന് വിളിക്കുന്നെങ്കിൽ അവൾ അച്ഛൻ അമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവൾ കാണുന്നത്, സംസാരിക്കുന്നത്. ആ ഒരു സ്നേഹം തന്നെയാണ് അവർ ഇവൾക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ അവൾക്ക് ഒരു ഏട്ടനെയും കിട്ടി എന്ന് പറയാട്ടോ. അപ്പം ഒരു ഏട്ടനോട് എന്നുള്ള രീതിയിലാണ് രേവതിക്കുട്ടി സംസാരിക്കുന്നത് കേട്ടോ. സ്വന്തം ചേട്ടനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കാണ് ആരും ഇല്ലാത്തത്, ഞാനാണ് എപ്പോഴും അനാഥയായിട്ടിരിക്കുന്നത് ഇങ്ങനെ അലീന പറയുമ്പോൾ, ആരാ പറഞ്ഞ അലീനയ്ക്ക് ആരുമില്ലാന്ന്? അങ്ങനെ ഒരു തോന്നലുണ്ടോ? പിന്നെ ഞാൻ എന്തിനാ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോൾ ഞാനുണ്ടല്ലോ അലീനയ്ക്ക് എന്ന് പറയട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രേവതിക്കുട്ടി ഞാനുണ്ടെന്നോ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഞാനുണ്ട് അലീനയ്ക്ക് എന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കേട്ടോ ചേച്ചി അങ്ങനെ ഒറ്റയ്ക്കൊന്നുമല്ല, ചേച്ചി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമൊക്കെ നല്ലതൊക്കെ തന്നെയല്ലേ, ചേച്ചി അവിടെ ഇഷ്ടപ്പെട്ടെന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ ചേച്ചിയെ ഇഷ്ടപ്പെട്ട് കൂടെ നിർത്താൻ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് പോടിയോടുന്നു മിണ്ടാതിരിക്കുമെന്ന് പറയണം. അപ്പോൾ മനുവേട്ടൻ ഞാനത് ചുമ്മാ പറഞ്ഞതാന്ന് പറയുമ്പോൾ, ചുമ്മാതൊന്നുമല്ല, എനിക്കറിയാം നിൻ്റെ മനസ്സിലെ വിഷമമൊക്കെ എനിക്കറിയാം, ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയാണ് മനു. അങ്ങനെ മനു പറയുന്നുണ്ട്, എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അലീനയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാം, അലീനയുടെ കൂടെ എന്തിനും സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ട് എന്ന് മനു പറയണം. അപ്പോൾ അതും കൂടി കേട്ടപ്പം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് ഇനി ഒരുപാട് സമയം ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണോ, ഞാൻ വാങ്ങിച്ചു തരണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കുള്ളത് ഞാൻ വാങ്ങിച്ചല്ലോ, ഇനി ചേച്ചിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മനുവേട്ടൻ വാങ്ങിച്ചു കൊടുത്തേക്കെന്ന് പറയുമ്പോൾ ഒന്ന് പോടിയോടുന്നു, എനിക്കൊന്നും വേണ്ട മനുവേട്ട എന്ന് പറയണേ. എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട മനുവേട്ട, ഞങ്ങൾ പോകുന്ന വഴി ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവൾ പറയുന്നുണ്ട്, ആ അങ്കിളിനെ ആൻറ്റിയെ മുട്ടിപ്പിക്കാനായിട്ട് ഇവൾ അങ്ങോട്ട് ചെന്നേന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയണേ. അങ്ങനെയൊന്നുമില്ല മനുവേട്ട, അങ്കിളും ആൻറ്റിയും വളരെ ഇഷ്ടത്തോടെ തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നതിൽ അവർക്കും ഭയങ്കര സന്തോഷമാണ്, അവർക്കും ഒരു റിലാക്സേഷനാണ്, അവരുടെ ലൈഫിലും ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണം. അത് ശരിയാണ് മനുവേട്ട, അവരുടെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് അവർ കടന്നു പോയത്, ഇവൾ ചെന്നതിൽ പിന്നെയാണ് അവരും ഇത്തിരി ഹാപ്പിയായി തുടങ്ങിയത് എന്നൊക്കെ അലീനയും പറയുന്നുണ്ട്. അപ്പോൾ മനുവും പിന്നീട് രേവതിക്കുട്ടി ഞാനിപ്പോൾ വരാമേ, ഇനി ഞാൻ ആൻറ്റിയോട് ഒരു കാര്യം ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവിടുന്ന് സൂത്രത്തിൽ ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ തനിച്ച് ഇത്തിരി നേരം സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രേവതിക്കുട്ടി അവിടെ നിന്ന് മാറിപ്പോകുന്നത്. അങ്ങനെ രേവതിക്കുട്ടി അവിടെ നിന്ന് പോയപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ അധികം വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. അലീനയ്ക്കാണെങ്കിലും ഒന്നും കിട്ടുന്നില്ല, മനു ആണെങ്കിലും ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പം അലീന ഇങ്ങനെ പറയണേ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം കുറച്ച് കുസൃതി കൂടുതലാണ് മനുവേട്ട, പാവമാണ് ആൾ എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി, അവൾ പാവമൊക്കെ തന്നെയാണ്, നീയോ എന്ന് ചോദിക്കണം. അപ്പോൾ താൻ എങ്ങനെയാണ് പാവമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാനും അതിലേറെ പാവാന്ന് അലീന പറയുമ്പോൾ എനിക്കറിയാം നീ അതിലേറെ പാവാണെന്ന് എന്നൊക്കെ മനു പറഞ്ഞ് കളിയാക്കാണ്. ഒന്ന് പോകാൻ മനുവേട്ട എന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടി പോയ സ്ഥലത്തേക്ക് ഇങ്ങനെ അലീന നോക്കുമ്പോൾ അവൾ എന്താ വരാതെ നോക്കുമ്പോൾ അവൾ വന്നോളൂന്നേ, നമുക്ക് ഇത്തിരി സംസാരിക്കാമല്ലോ എന്ന് പറയണം. ഇങ്ങനെ സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ നമുക്ക് അവസരം ഒന്നും അങ്ങനെ കിട്ടാറില്ലല്ലോ, ഇപ്പോൾ നമുക്ക് ഇത്തിരി സംസാരിക്കാമെന്നൊക്കെ അലീന പറയണേ, മനു പറയണം അലീനയോട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അലീനയ്ക്കൊന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, താൻ ശരിക്കും അവിടെ ഹാപ്പിയാണോ എന്ന് ചോദിക്കുകയാണ് വീട്ടിൽ. അപ്പം അതെന്താ മനുവേട്ടനെ അങ്ങനെ ചോദിച്ചത്? അല്ല ആൻറ്റിയുടെ ഓരോരോ കാര്യങ്ങൾ അതൊന്നും കുഴപ്പമില്ല മനുവേട്ട, എനിക്ക് സന്തോഷമേ ഉള്ളൂ, മാഡം
എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. തൽക്കാലം നമുക്ക് ആ വിഷയം വിടാം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കില്ലേ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ശരിയാ, ഞാൻ വീണ്ടും അതൊക്കെ തന്നെ ഓർമ്മിപ്പിക്കല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം, നമുക്കൊന്ന് നടന്നാലോ എന്ന് ചോദിക്കാം. എന്തേ അവൾ വരുമ്പോൾ നമ്മളെ അടുത്തേക്ക് വന്നോളും, നമുക്കിത്തിരി നടക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ ആ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നന്നായി ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല രസകരമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സും കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മനു അലീനയും തമ്മിലുള്ള ഒരു കോംബോ നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.